ഹലോ ഗൈസ്, കുറേ നാളായി ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ അവിടേക്കാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് നാണമായി. ഹലോ, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളടുത്തുള്ളൊരു പാർക്കാണ്. അടിപൊളി പാർക്കാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ ആണ് എനിക്ക് ഈ പാർക്ക്. പക്ഷെ ഞാൻ എന്നും വരാറില്ല. ഏകദേശം പോകാറായപ്പോഴാണ് ഈ പാർക്കിൻ്റെ ഭംഗിയും. ഇവിടെ വരാമായിരുന്നു, കുറച്ചും കൂടെ ടൈമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു, കുറച്ചും കൂടെ ഡേയ്സൊക്കെ ഇവിടെ വരാമായിരുന്നു, അല്ലെങ്കിൽ ജോഗിങ്ങിന് വരാമായിരുന്നു. കുറേ അടിപൊളി മെമ്മറീസൊക്കെ ഇവിടെ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ സമയമില്ല. എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് കാണാമല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കാറ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നാണ്. അങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന് ഇതുവരെ എനിക്ക് ആ പെർഫെക്റ്റായിട്ടുള്ളൊരു ടൈം വന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പെർഫെക്ഷൻ ഒന്നും നോക്കാതെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഇപ്പം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇനി ചെയ്യാനും പറ്റില്ലല്ലോ. ഇന്നെന്തോ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കണ്ടോ, അധികം ആരുമില്ല ഇവിടെ. 1-2 പേര് അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ആരും വേണമെന്നൊന്നുമില്ല, നമ്മൾ തന്നെ ധാരാളം. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാ ഒന്നിപ്പോൾ പോയി സെറ്റാവാന്ന് നോക്കട്ടെ. ചെറിയ പ്രാണികൾ. അവിടെ ഒരു പുഴയുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ ടെൻ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. കുറേ ഗ്രൂപ്പും ടീംസും ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർ ടെൻ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഈ പുഴയിൽ വെള്ളം കൂടിയല്ലോ. നമുക്കെന്താ ഒരു ട്രാവലർ ലുക്കൊക്കെ ഉണ്ട്. എന്തിനാണോ എന്തോ. എനിവേ ഇവിടെ 2 പെണ്ണുങ്ങൾ നിന്ന് കുണുങ്ങുന്നുണ്ട്. ജസ്റ്റ് ഇതുവഴി ഒന്ന് പോയി നോക്കാം. കൊള്ള അടിപൊളിയാണ്. ടെൻ്റൊക്കെ കെട്ടി ആൾക്കാർ ഇരിപ്പുണ്ട്. ഫുൾ ഓഫ് ഗ്രീനറിയാണ്. ഇതിലൂടെയൊക്കെ ഇങ്ങനെ ഫ്രഷ് എയറൊക്കെ കിട്ടി ഇങ്ങനെ നടക്കാൻ നല്ല അടിപൊളിയാണ്. കണ്ടോ, വളരെ കുറച്ച് ആൾക്കാരെ എന്നുള്ളൂ. പിന്നെ ഇതുവഴി പോകണോ അതുവഴി പോകണോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണേ. ഞാൻ ഇതുവഴി പോവാണ്. ഇവിടുത്തെ പുല്ലൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ നല്ല വെയിലുള്ള ദിവസമായിരുന്നു, അത്യാവശ്യം ചൂടൊക്കെ ഉള്ള ദിവസമായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ തണുപ്പുണ്ട് ചെറുതായിട്ട്, വലിയ കുഴപ്പമില്ല. അങ്ങനെയാണ്. ഇതാണോ പുല്ല് വെട്ടുന്ന യന്ത്രം, വണ്ടി. ഞാൻ നേരെ കാണുന്നതാണ് ജാപ്പനീസ് റോക്ക് എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര്. സോ എനിക്ക് ഈ പാർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണത്. എനിക്ക് എത്ര വന്നാലും മതിയാവാത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ്. അപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടെ പുല്ല് വെട്ടുന്ന വണ്ടി. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്.
ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, എൻ്റെ ഫേവറേറ്റാന്ന് പറഞ്ഞ സ്ഥലം, ജാപ്പനീസ് ഗാർഡൻ. കാണാനൊക്കെ ബ്യൂട്ടിഫുൾ ആണ്. ഇതുവഴിയൊന്ന് പോയി നോക്കാം. എൻ്റെ പിള്ളേരവിടെ നിൽപ്പുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു പ്ലേസിൽ ആര് വന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരു സ്ഥലം അടിപൊളിയാണ് കാണാനായിട്ട്. എന്ത് രസമാണ്, പിന്നെ പോകാനേ തോന്നാറില്ല. എപ്പോൾ വന്നാലും ഞാൻ ഇങ്ങോട്ട് വരും, ഒന്ന് കുറേ അടിപൊളി പിക്ചേഴ്സ് എടുക്കും. ഈ ഒരു ജാപ്പനീസ് ഗാർഡൻ, ഇതാണ് ഈ ഒരു ഗാർഡൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിന് പിന്നെയും പറയുകയാണ്, പക്ഷെ അതാണ് സത്യം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ സ്ഥലം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവിടെ ഒന്നും അധികം ആളുണ്ടായില്ല, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട്. സീരീസ് ഹെഡ്സെറ്റ് ഇതാണ് ഒരു സ്ഥലം.
ഇടയ്ക്കൊക്കെ ഇവിടെ ആൾക്കാർ വന്നിരുന്ന് ഈ ഒരു റിവറിൻ്റെ സൈഡിലായിട്ട് ബുക്കൊക്കെ വായിച്ചിരിക്കുന്നതാണ്. നല്ല വൈബാണ്. നമ്മൾ ഈ ഫോട്ടോസിലും മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, പണ്ടത്തെ നോട്ട് ബുക്കിൻ്റെ ഒക്കെ പുറകിലുള്ള സീനറി ഉണ്ടല്ലോ, അതേപോലെയൊക്കെ തോന്നും. നല്ലൊരു വൈബാണ്. ഈ പുഴയുടെ സൗണ്ടും കിളികളുടെ സൗണ്ടും നല്ല ഫ്രഷ് എയറും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ അടിപൊളിയാണ്. ഇങ്ങനെ ടെൻ്റ് അടിച്ച് ഇവിടെ വന്നൊന്ന് കിടക്കാൻ പ്ലാനുണ്ട്. അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണ് പറ്റുമെന്നൊക്കെ. ഓ മൈ ഗോഡ്, നമ്മളിപ്പോൾ കുറേ ഉണ്ട് നടക്കാനായിട്ട്. സോ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, എത്ര വലിയ ടൗൺ ആണെങ്കിലും അതിൻ്റെ നടുക്കായിട്ട് അല്ലെങ്കിൽ ആ ടൗണിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നാച്ചുറൽ സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര ഒരു റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം, ഒരു പാർക്ക് എല്ലാ ടൗണിലും ഉണ്ടാവും. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങളുള്ള പ്രസ്റ്റണിൽ തന്നെ 3-4 പാർക്കുണ്ട് ഇതേപോലെ തന്നെ, അടിപൊളിയാണ്. ഇവിടുത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പാർക്ക് ഇതാണ് പ്രസ്റ്റണിലെ. വേറെ പാർക്കുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് ബിഗ്ഗസ്റ്റ് പാർക്ക്. ഇത് ഭയങ്കര വലുതാണ്. നടന്ന് കുറേ നടന്ന് കാണാനുണ്ട്. So now we are going that way. It looks strange. Anyway, let's go. ഇത്രയും വലിയ പാർക്ക് ഭയങ്കര വലിയ ടൗണിൻ്റെ നടുക്കായിട്ടുണ്ടാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ ടൗണിലുള്ള സ്ഥലത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇവൻ ഞങ്ങൾ താമസിക്കുന്ന ചെറിയൊരു വീടാണെങ്കിൽ പോലും, നമ്മളിവിടെയുള്ള എല്ലാ വീടും ചെറുതാണ്, നമ്മുടെ നാട്ടിലത്തെ ആ ഒരു സൈസിലുള്ള വീടൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആ ഒരു ചെറിയ വീടിലാണെങ്കിൽ പോലും, അതായത് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, അതിൽ ഒരു ബെഡ്റൂം, ഒരു ഹോള്, കിച്ചൺ ആ ഹോളിൽ തന്നെ ആയിരിക്കും. അത്രയും ചെറിയൊരു സ്പേസിന് മന്ത്ലി നാട്ടിലൊരു 60,000 രൂപ ഒക്കെ കൊടുക്കണം. അപ്പോൾ അത്രയും ഇതാണ് സ്ഥലത്തിൻ്റെയൊക്കെ റേറ്റും അതേപോലെ തന്നെ വീടുകളുടെയൊക്കെ റെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് ഇത്രയും സ്ഥലം പാർക്കും കാടൊക്കെ പിടിപ്പിച്ചിട്ട് വെറുതെ വേസ്റ്റാക്കാന്ന് പറയാൻ പറ്റില്ല. ഇത് ഇവരുടെ റൂളാണ്. മനുഷ്യനെ ഫിസിക്കൽ ഹെൽത്ത് മാത്രം പോരല്ല, മെൻ്റലി ഒരു ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ ആൾക്കാർക്ക് ഹാപ്പിനെസ്സും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പാർക്ക്. പക്ഷേ ഞാൻ വെറുതെ ആലോചിക്കാറുണ്ട്, ബിസിനസ് മൈൻഡ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഒരു ഇത്രയും സ്ഥലത്ത് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നെങ്കിൽ ഈ എത്ര പൈസ ഉണ്ടാക്കാമായിരുന്നു എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. എനിവേ ഇതും ഒരു വൈബ് തന്നെയാണ്. ഇതിൻ്റെ താഴെയായിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കുന്ന പാർക്കുണ്ട്, ഊഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള പാർക്ക്. അതാണ് സൗണ്ട് കേൾക്കുന്നത്. പാർക്കുകളിൽ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഭംഗിയാണ്. 2 സൈഡിൽ ഒരേപോലെ ഇങ്ങനെ മരങ്ങളൊക്കെ ഒരേ ലെവലിൽ ഇങ്ങനെ വളർന്ന് അതിന് നടുക്ക് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇതൊരു ഭംഗിയാണെന്ന് അറിയുക കാണാനായിട്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. ഇത് ഭംഗിയാലേ കാണാനായിട്ട്. ഇവിടെ ഒരു പുഴയിലേക്ക് ഇറങ്ങാനുള്ളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ വന്നപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായില്ല. അപ്പോൾ ആൾക്കാർ ഈ പുഴയിലേക്ക് ഇറക്കി ചെയറൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് കുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് അവർ ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം സെറ്റപ്പായിട്ട് വരും.
എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്തൊരു ഡേ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് പോകും. പക്ഷെ ഇപ്പോൾ ഇവിടെ നിറയെ വെള്ളമായതുകൊണ്ട് അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. നേരത്തെ വന്നപ്പോൾ അതേ അവിടെ വരെ ഉണ്ടായുള്ളൂ വെള്ളം. പക്ഷേ പിന്നൊരു കാര്യം, ഈ വെള്ളം നല്ല തണുപ്പായിരിക്കും. ഇതിലേക്ക് അങ്ങനെ വീണാൽ തീർന്ന്. അത് കാരണം കൊണ്ട് ഞാൻ സാഹസത്തിന് മുതിരുന്നില്ല. കണ്ടു പോവാമെന്ന് വിചാരിച്ചു. വീണ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് പിടിക്കാനും ആളില്ല. ഞാനിങ്ങോട്ട് വരുന്ന വഴി, ഈ മരത്തിൻ്റെ ഇടയിലൂടെ നടന്നു വരുന്ന വഴി ഒരു അമ്മയും കുട്ടിയും, ചെറിയ കുട്ടി, ഒരു 3 വയസ്സൊക്കെ ആയ ഒരു കുട്ടിയും നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ കൊച്ചിനെ വെറുതെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതാണ്. ഈ മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചെന്ന് കൊച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു. ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. എന്നെ കണ്ട് പേടിച്ചാണെന്നറിയില്ല. പക്ഷെ ഞാൻ കണ്ടപ്പോൾ പേടി, ഞാൻ വിളിച്ചെന്ന്. അപ്പോൾ അതിൻ്റെ അമ്മ വിളിച്ചെന്നപ്പോൾ ആ കൊച്ച് പറഞ്ഞിട്ട് ഉറപ്പ് കരഞ്ഞു. പാവം. എന്നിട്ട് അതിൻ്റെ അമ്മ അതിനെ എത്ര സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അത് സമാധാനപ്പെട്ടില്ല. പാവം. ഇനി നമുക്ക് പാർക്കിൻ്റെ വേറൊരു സൈഡിലേക്ക് പോയി നോക്കാം. എനിക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാനൊരു സ്ഥലം ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നോക്കി. പണ്ട് ഞാൻ അവിടെ അപ്പുറത്തെ സൈഡിലായിരുന്നു ഇരുന്നിരുന്നത്. ആ സ്ഥലത്ത് ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, പുല്ലൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ഇരിക്കാനിപ്പോൾ പറ്റില്ല. അപ്പം ഞാൻ ഈ സൈഡിലൊന്ന് വന്ന് നോക്കാം, ഇവിടെ എന്തെങ്കിലും ഇരിക്കാൻ പറ്റുമോ നോക്കിയിട്ട്. നമുക്ക് അവിടെ ഒന്ന് കണ്ടോല്ലോ. ഇതിപ്പോൾ വീക്കെൻഡ് ആയിരുന്നെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് സൺബാത്തിന് കിടക്കുന്നുണ്ടാവും. ഇവിടുത്തെ സണ്ണ് കുറവായതുകൊണ്ട് എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇപ്പോൾ സമ്മർ ആവുന്ന സമയത്ത്, ഈ ഒരു സമയത്ത് എല്ലാവരും, വീക്കെൻഡ് ആണെങ്കിൽ എസ്പെഷ്യലി വീക്കെൻഡ് പ്രത്യേകിച്ചും എല്ലാവരും വന്ന് ഫാമിലിയായിട്ട് പാർക്ക് മൊത്തവും എന്തെങ്കിലും ടവലൊക്കെ വിരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വിരിച്ച് കിടക്കുന്നുണ്ടാവും. നല്ല തിരക്കായിരിക്കും. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ആളൊന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സൂപ്പറായിട്ട് നടന്ന് പോവാം, ഫോട്ടോ ഒക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ നേരമായി നടക്കുന്നു. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. ജസ്റ്റ് ഇവിടെ ഒന്ന് ഇരുന്നാൽ, അല്ലേ വേണ്ട, ഇവിടെ മതി. ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് പോവാം. ഇവിടെ ഞാൻ കുറച്ച് നേരം ഇരിക്കുകയാണ്. നടന്ന് മടുത്തു. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ട് വീണ്ടും പോവാം. അല്ല വേണ്ട, ഇവിടെ തന്നെ ഷീറ്റ് വിരിച്ചിരിക്കാം. വേറെ സ്ഥലത്ത് പോകാൻ എനിക്ക് വയ്യ. അപ്പം ഞാൻ അവിടെ തന്നെ ഫിക്സ് ചെയ്ത് ഞാൻ ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത്. ഇവിടെ ഇരുന്ന് ഇതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ബുക്കൊക്കെ വായിച്ച് റിലാക്സ് ചെയ്തിട്ട് നല്ല ഫ്രഷ് എയറൊക്കെ എടുത്ത് സൂപ്പറായിട്ട് ഞാനിവിടെ ഇരിക്കാൻ പോവാണ്. ഈ മരത്തിൻ്റെ അടിയിൽ ധൈര്യമായിട്ട് ഇരിക്കാം. തെങ്ങൊന്നും അല്ലാത്തതുകൊണ്ട് തേങ്ങയും മാങ്ങയൊന്നും വീഴില്ല. അതും ഫ്രൂട്ട്സ് അങ്ങനത്തെയൊന്നും മരമല്ല, ചുമ്മാ ഇല മാത്രമേ ഉള്ളൂ. പിന്നെ കിളികൾ വന്നിരുന്ന് ആക്കൂല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഏതായാലും ഇവിടെ ഇരിക്കുവാണ്. ഇനി എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് നോക്കാം. ബാഗിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. ഒരു ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മൂഡിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് 2-3 ഫുഡ് ഐറ്റംസ്, ചോക്ലേറ്റ്, കുറച്ച് വെള്ളം, ബുക്ക്, സംഭവങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞത്. വാട്ട്സ് ഇൻ മൈ ബാഗ് ഒന്നുമല്ല, ഞാൻ വെറുതെ എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞെന്നുള്ളൂ. ശരിക്കും എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാൻ പറ്റില്ല. അത് കുറച്ച് സീനാണ്.
അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള വീഡിയോക്കൊന്നും മുതിരുന്നില്ല. എനിവേ സ്ഥലം സെറ്റ്. ഇനി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു യോഗേർട്ടും പിന്നെ ചോക്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റാണ് യോഗേർട്ടും, ഫ്ലേവേർഡ് യോഗേർട്ട്. അത് കഴിക്കാൻ പോകുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. പ്രസ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതാണ് ഈ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗൈസ്, ഒരു ഡേ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നല്ല റിലാക്സ് ചെയ്തിട്ട് ഈ ഒരു എൽവൻഹാം പാർക്കിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ലെങ്ത് ഇത്തിരി കൂടുതലാണെങ്കിലും വീഡിയോ സംഭവം ചെറുതാണല്ലോ. ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോ. നമുക്ക് ഒരുമിച്ച് ഓരോരോ സ്ഥലങ്ങൾ കണ്ട് വൈബടിച്ച് ചില്ല് ചെയ്ത് ഇങ്ങനെ പോകാം. അപ്പോൾ ഗൈസ്, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ പറയണ്ടല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.